1910 ഓഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ച ആഗ്നസ് ചെറുപ്പത്തിലെ മിഷനറിമാരുടെ അനുഭവ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 18-ാം വയസ്സിൽ മിഷനറിയാകാനുള്ള ആഗ്രഹത്താൽ അയർലൻഡിലെ ലൊറേറ്റോ സന്യാസ സമൂഹത്തിൽ ചേർന്ന് വ്രതവാഗ്ദാനം നടത്തുകയും 1929 ഭാരതത്തിലെ ഡാർജിലിംഗിൽ പഠനം പൂർത്തിയാക്കി മിഷനറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ തെരേസയുടെ നാമം സ്വീകരിക്കുകയും ചെയ്തു. 1931 മെയ് 24 സഭാവസ്ത്രം സ്വീകരിച്ച തെരേസ കൽക്കട്ടയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായി സേവനം ആരംഭിക്കുകയും 1937 മെയ് 14 നിത്യവ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. അധ്യാപന നാളുകളിൽ ട്രെയിനിൽ യാത്രയ്ക്കിടെ വിശുദ്ധ തെരേസയ്ക്ക് പാവങ്ങളോടൊപ്പം താമസിച്ച് അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഉൾവിളി ഉണ്ടാവുകയും പ്രസ്തുത സംഭവത്തെ തന്റെ ദൈവവിളിക്കുള്ളിലെ ദൈവവിളി എന്ന് മദർ പിന്നീട് വിശേഷിപ്പിക്കുകയുമുണ്ടായി. 1948 മദർ തെരേസ കൽക്കട്ടയുടെ തെരുവുകളിൽ കാരുണ്യത്തിന്റെ പൊൻപുലരി ഉദിപ്പിച്ചുകൊണ്ട് തന്റെ മിഷനറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിശക്കുന്നവർക്കും നഗ്നരായവർക്കും ഭവനരഹിതർക്കും കുഷ്ഠരോഗികൾക്കും മുടന്തർക്കും അന്ധർക്കും ആരാലും സ്നേഹിക്കപ്പെടാത്തവർക്കും ആർക്കും വേണ്ടാത്തവർക്കും സ്നേഹത്തണലാകാൻ പ്രാർത്ഥനയെയും ദാരിദ്ര്യത്തെയും കൈമുതലാക്കി ഇറങ്ങിത്തിരിച്ച മദറിന്റെ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹത്തിന് 1950 വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചു. നീലക്കരയുള്ള വെള്ള സാരിയുടുത്ത് തെരുവുകളിൽ കാരുണ്യസ്പർശമായും സ്നേഹപരിചരണമായും കടന്നുചെന്ന മദർ ലോകം മുഴുവനെയും സ്വാധീനിച്ച അതുല്യ വ്യക്തിത്വമായി ചരിത്രം കുറിച്ചു. മദർ സ്ഥാപിച്ച അനാഥ മന്ദിരങ്ങളിലും ആതുരാലയങ്ങളിലും ആശുപത്രികളിലും ജാതിമതഭേദമന്യേ അസംഖ്യം പേർ ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു. വിശുദ്ധ കുർബാനയെ തന്റെ ശക്തികേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുകയും തന്റെ ഹൃദയം യേശുവിന്റെ ഹൃദയത്തിന് പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത മദർ തന്റെ സ്തുത്യർഹ പ്രവർത്തനങ്ങൾക്ക് പത്മശ്രീ, ഭാരതരത്ന അവാർഡുകൾക്കും 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനും അർഹയായി. ഭാരതത്തിലെ മതേതര സമൂഹത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 1997 സെപ്റ്റംബർ 5 ലക്ഷക്കണക്കിന് നിരാലംബർക്ക് അമ്മയായി മാറിയ മദർ തെരേസ മരണമടഞ്ഞപ്പോൾ ഭാരത സർക്കാർ നേരിട്ട് മദറിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു.